നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടുങ്കാറ്റിലും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന വൻ മരങ്ങളുണ്ട്. കൊടും രോഗങ്ങൾ കാർന്നു തിന്നുമ്പോഴും ചിരിക്കുന്ന മുഖങ്ങളുണ്ട്. വലിയ വലിയ വേദനകൾ സഹിച്ചിട്ടും ഇന്നും തകരാത്തവരുമുണ്ട്. പ്രതിസന്ധികൾക്ക് മുന്നിൽ കീഴടങ്ങാത്ത, എല്ലാം നഷ്ടപ്പെട്ടിട്ടും വിദൂരമായ ചെറിയ സാധ്യതകളോട് പോലും അഭിനിവേശമുള്ളവരെയൊക്കെയാണ് നമ്മൾ കരുത്തരെന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ വിധിക്ക് മുൻപിൽ കീഴടങ്ങാതെ ക്യാൻസർ എന്ന മഹാമാരിക്കെതിരെ പോരാടുന്ന മമത എന്ന നടിയുടെ ജീവിത പോരാട്ടമാണ് ഞാനിവിടെ വരച്ചു കാട്ടുന്നത്. മോനിഷയുടെ മാതാവ് ശ്രീദേവി ഉണ്ണി സംവിധായകൻ ഹരിഹരന് പരിചയപ്പെടുത്തി കൊടുത്ത് ഹരിഹരൻ സിനിമാ ലോകത്തിന് സമ്മാനിച്ച മണിമുത്താണ് മമത മോഹൻദാസ്. മയൂഖം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രമായിട്ടാണ് അവർ അരങ്ങേറിയത്. നായകൻ ഷൈജു കുറുപ്പും തൊഴിൽ രഹിതനായ ഉണ്ണി കേശവനും മാറാരോഗിയായ ഇന്ദിരയും തമ്മിലുള്ള തീവ്ര പ്രണയത്തിന്റെ കഥ പറയുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു മാറാരോഗിയുടെ വേഷത്തിൽ അഭിനയിച്ചപ്പോൾ മമത ഒരിക്കൽ പോലും തന്റെ മനസ്സിൽ കരുതി കാണില്ല ജീവിതത്തിലും ഇത്തരമൊരു അവസ്ഥ പകർന്നാടേണ്ടി വരുമെന്ന്. പടം ബോക്സ് ഓഫീസിൽ വലിയ വിജയം കണ്ടില്ലെങ്കിലും മമതയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. അഭിനയം മാത്രമല്ല, നല്ലൊരു ഗായിക കൂടിയാണ് മമത. ചെറുപ്പം മുതൽ പാട്ടിനോട് ഭ്രാന്തമായ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നുവെന്ന് അവർ പറയുന്നു. ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും പഠിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ ബസ് കണ്ടക്ടർ, സുരേഷ് ഗോപിയോടൊപ്പം ലങ്ക, മോഹൻലാലിനോടൊപ്പം ബാബ കല്യാണി, അങ്ങനെ മലയാളത്തിൽ തിരക്ക് പിടിച്ച സൂപ്പർ നായികമാരുടെ പദവിയിലേക്ക് മമത ഉയർന്നു. അപ്പോഴേക്കും മമതയെ തേടി അന്യഭാഷാ ചിത്രങ്ങളും എത്തി. ബാഹുബലിയുടെ സംവിധായകനായ രാജമൗലിയുടെ തെലുങ്ക് ചിത്രത്തിലും നായികയാകാൻ അവസരം ലഭിച്ചു. അരുന്ധതി എന്ന ബിഗ് ബഡ്ജറ്റ് തെലുങ്ക് ചിത്രത്തിൽ അനുഷ്ക ഷെട്ടി അഭിനയിച്ച ആ നായിക കഥാപാത്രം അഭിനയിക്കേണ്ടത് ശരിക്കും മമതയായിരുന്നു. കരാറിൽ ഒപ്പുവെച്ച ആ ചിത്രത്തിൽ നിന്നും മാനേജറുടെയും മറ്റും കുബുദ്ധി കാരണം അതിൽ നിന്നും പിന്മാറേണ്ടിയും വന്നു. മലയാളത്തിൽ ഉൾപ്പെടെ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റുമായിരുന്നു. ഈ സംഭവം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ മമതയെ സഹായിച്ചു. സൗന്ദര്യത്തോടൊപ്പം തന്നെ മമതയുടെ ബുദ്ധിയും ധൈര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മമതയുടെ അപാരമായ ബുദ്ധിശക്തിയെയും ധൈര്യത്തെയും കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ പറയുന്നു, ഞാൻ ഇത്രയും കാലമായി എന്റെ ജീവിതത്തിൽ ഇത്രയും കഴിവും ബുദ്ധിയും ധൈര്യവുമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ടേയില്ല എന്ന്. മമതയെ മറ്റൊരു ഝാൻസി റാണി എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. തലശ്ശേരിയിലാണ് കുടുംബമെങ്കിലും മമത ജനിച്ചത് ബഹ്റിനിലെ മനാമയിലാണ്. സ്കൂൾ വിദ്യാഭ്യാസം അവിടുത്തെ ഇന്ത്യൻ സ്കൂളിൽ പൂർത്തിയാക്കിയതിനു ശേഷം ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിലാണ് ബിരുദം പൂർത്തിയാക്കിയത്. മോഹൻദാസ് ഗംഗ ദമ്പതികളുടെ ഏക മകളാണ് മമത മോഹൻദാസ്. അച്ഛനമ്മമാരോടൊപ്പമുള്ള സ്നേഹ സന്തോഷങ്ങളിലും തന്റെ ബാല്യ സുഹൃത്തായ പ്രജിത്തിനോടുള്ള പ്രണയവും സന്തോഷപ്രദമായ സിനിമാ അഭിനയവും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലുണ്ടായ സഹിക്കാൻ പറ്റാത്ത വേദന തന്റെ സന്തോഷത്തെ തല്ലി തകർക്കാൻ വന്ന വില്ലനാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോയെങ്കിലും തനിക്ക് സ്വതസിദ്ധമായി ലഭിച്ച ധൈര്യവും ബുദ്ധിയും കൊണ്ട് അതിനെ നേരിട്ടു. മനസ്സിനെ തളർത്താതെ, ആരെയും അറിയിക്കാതെ കീമോയും ചികിത്സയുമെല്ലാം വേഗത്തിലാക്കി. കരാറ് ചെയ്തിരുന്ന സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന കഥ തുടരുമ്പോൾ എന്ന സിനിമയുടെ സെറ്റിലെത്തി. ആ ചിത്രത്തിൽ ആസിഫ് അലിയുടെ നായികയായിട്ടാണ് അഭിനയിച്ചത്. പെട്ടെന്ന് ഭർത്താവ് മരിക്കുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടിയിൽ പകച്ചു നിൽക്കുന്ന ഒരു നിരാരംഭയായ പെൺകുട്ടിയുടെ വേഷമാണ് ഈ ചിത്രത്തിൽ അവർ പകർന്നാടിയത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവർ വളരെ ഉന്മേഷവതിയും സന്തോഷവതിയുമായിരുന്നു. ഒരുപക്ഷെ രോഗത്തെ തോൽപ്പിച്ച് തിരിച്ചുവരവ് നടത്തിയതിൻ്റെതാകാം ആ സന്തോഷം. അതിലെ നായകനായ ആസിഫ് അലി പറയുന്നു, അവരുടെ സ്വഭാവവും പെരുമാറ്റവും സൗന്ദര്യവും ഒക്കെ കണ്ടിട്ട് എനിക്ക് അവരോട് കടുത്ത ആരാധനയും പ്രണയവും ഉണ്ടായി. ഞാൻ അവരോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. മമത അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്, ഞാൻ അതൊക്കെ ഒരു തമാശയായിട്ടാണ് എടുത്തത്. ആസിഫും അങ്ങനെ തന്നെ ആയിരിക്കാം. എന്തായാലും രോഗവിവരം മറച്ചുവെച്ച് അവർ അഭിനയിച്ചു. അത്തവണത്തെ സംസ്ഥാന സർക്കാർ പുരസ്കാരവും അവർ സ്വന്തമാക്കി. വീണ്ടും കരിയർ ഉയരങ്ങളിലേക്ക് കുതിച്ചു. പാസഞ്ചർ, അൻവർ, സെല്ലുലോയിഡ്, സൂപ്പർ ഹിറ്റ് ചിത്രമായ മൈ ബോസ് തുടങ്ങിയ ഒരു പിടി നല്ല ചിത്രങ്ങൾ. ഇതിനിടയിൽ വ്യക്തി
വ്യക്തിജീവിതത്തിലും സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ വന്നു ചേർന്നു. ഇതിനിടെ ബഹ്റിനിലുള്ള ബിസിനസ്സുകാരനായ സുജിത് പത്മനാഭൻ എന്ന ബാല്യകാല സുഹൃത്തുമായി 11/11/2011 എന്ന ഫാൻസി നമ്പർ ദിനത്തിൽ വിവാഹം നടന്നു. മറ്റൊരു ഫാൻസി നമ്പറായ 12/12/2012 എന്ന ദിനത്തിൽ വിവാഹമോചനത്തിനുള്ള തീരുമാനമെടുത്തതും ഒരു യാദൃച്ഛിക സംഭവമായിരിക്കാം. മൈബോസ് പോലെ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലും അരികെ പോലെ കലാമൂല്യമുള്ള ചിത്രങ്ങളിലും അവർ ഒരുപോലെ തിളങ്ങി. ഇതിലൊക്കെ കാഴ്ചവെച്ച വ്യത്യസ്ത അഭിനയങ്ങൾ അവരെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും പ്രിയപ്പെട്ട നടിയായി മാറ്റി. പാട്ടുകളിലുള്ള അവരുടെ പ്രാവണ്യം അവരെ നല്ലൊരു പിന്നണി ഗായികയാക്കിയും മാറ്റി. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ അവർ പാടിയ പല പാട്ടുകളും സൂപ്പർ ഹിറ്റുകളുമാണ്. വിജയ് നായകനായ വില്ല് എന്ന ചിത്രത്തിലെ ഡാഡി മമ്മി വീട്ടിലില്ലേ തടപോടെ ആരുമില്ലേ എന്ന ഗാനം സൗത്ത് ഇന്ത്യ മുഴുവൻ അലയടിച്ചതാണ്. ആടുപുലിയാട്ടം എന്ന മലയാള ചിത്രത്തിലെ കറുപ്പാന കണ്ണഴകി എന്ന ഗാനം മലയാളികൾ നെഞ്ചിലേറ്റിയതാണല്ലോ. അതും മമതയുടെ കണ്ടനാളത്തിൽ കൂടിയാണ് പുറത്തു വന്നത്. അങ്ങനെ വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കയറുന്ന സമയത്ത് വീണ്ടും വില്ലൻ വേഷത്തിൽ ക്യാൻസർ എത്തി. ഇക്കുറി ഇനി രക്ഷയില്ലെന്നവർ സ്വയം കരുതി. പ്രോജക്റ്റുകളും തിരക്കുകളും ഒക്കെ ഉപേക്ഷിച്ച് അവർ ജീവൻ തിരികെ പിടിക്കാനുള്ള ഓട്ടത്തിലായി. വീണ്ടും ക്ഷണിക്കാതെ വന്ന അതിഥി വ്യക്തി ജീവിതത്തെയും ബാധിച്ചു. വിവാഹത്തിന്റെ പുതുമോടി മായും മുമ്പേ വന്നു ചേർന്ന രോഗം തന്റെ അനാരോഗ്യം മറ്റുള്ളവർക്ക് ബാധ്യതയായി തീരുമോ എന്ന് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ചിന്തകൾ, കൂടാതെ ആശ്വസിപ്പിച്ച് ഒപ്പം നിൽക്കാതെ പോയ പ്രണയം എല്ലാം ചേർന്ന് അസ്വസ്ഥതപ്പെടുത്തുന്ന മനസ്സുമായി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്സിന് വിധേയമായി. അതായത് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. വിജയിക്കാൻ 40% മാത്രം സാധ്യത എന്നറിഞ്ഞിട്ടും വേറെ വഴിയില്ലാതെ അവർ സർജറി ചെയ്തു. തകർന്ന ശരീരവും തളർന്ന മനസ്സുമായി മമത ജീവിതത്തിന്റെ ഏറ്റവും മോശമായ കാലത്തെ നേരിട്ട സമയം. അവിടെയും തളരാതെ ഇല്ലാത്ത ധൈര്യം വീണ്ടെടുത്ത് പിടിച്ചു നിന്നു. വീണ്ടും അവർ സിനിമാ അഭിനയത്തിൽ അഭയം തേടി, ആശ്വാസം തേടി. പക്ഷേ വിധി അവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവർ അതിന് നേരിട്ട് കൊണ്ടുവരുന്നു. 2013-14 കാലഘട്ടത്തിൽ രോഗം അവരെ ശക്തമായി പിടിമുറുക്കി. 18 കീമോയും ഒരു സർജറിയും കഴിഞ്ഞ് അവരുടെ ശരീരത്തിലേക്ക് കാട്ടുതീ പോലെ രോഗം പടർന്നു കയറി. അതിവേഗം പടർന്നു കയറുന്ന രോഗത്തിന്റെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മമത പകച്ചു നിന്നു. അവർ പറയുന്നു, കേരളത്തിൽ ഇനി തുടരാൻ കഴിയില്ല. സഹപ്രവർത്തകരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ, കൂടാതെ താനൊരു നടിയായതിനാൽ മേക്കപ്പും വിഗുമില്ലാതെ പുറത്തിറങ്ങാനും പറ്റില്ല. അവർ തുടരുന്നു. ചില ആശുപത്രികളിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗിക വൈകൃതങ്ങളുടെ അനുഭവങ്ങൾ, നോട്ടങ്ങൾ. ഇനി ഒന്നിനും നിന്നുകൊടുക്കാൻ വയ്യ. മരുന്നുകൾ വികസിപ്പിച്ചു വരുന്നതേ ഉള്ളൂ. ഇമ്പോർട്ടഡ് ഡ്രഗ്സിന് ഇവിടെ കോടികളുടെ വില. അതൊന്നും താങ്ങാനും വയ്യ. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള യാത്രാവേള. ആ സമയത്ത് അമേരിക്കയിൽ പുതുതായി കണ്ടുപിടിച്ച ഒരു പരീക്ഷണ ചികിത്സയ്ക്ക് മമതയ്ക്ക് അവസരം ലഭിക്കുന്നു. അതിനായി പോയ ആദ്യത്തെ ഇന്ത്യക്കാരിയായിരുന്നു മമത. അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചു. അമ്മയും അച്ഛനും ആരും കൂട്ടിന് വരണ്ട, തികച്ചും ഒറ്റയ്ക്കായിരിക്കും യാത്രയെന്ന്. തിരിച്ചെത്തുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്റെ ചിരിച്ച മുഖം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് പരിചയക്കാരുമില്ലാത്ത വിദൂരമായ ആ സ്ഥലത്തേക്ക് യാത്രയായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരീക്ഷണ വസ്തുക്കളായി എത്തിയ ഒരു കൂട്ടം രോഗികളോടൊപ്പം തന്റെ ചികിത്സയും ആരംഭിച്ചു. ആ പരീക്ഷണത്തിൽ മമത വിധിയെ തോൽപ്പിച്ച് വിജയം കൈവരിച്ചു. ആ സമയത്തായിരുന്നു ദിലീപിന്റെ നായികയായി 2 കൺട്രീസ് എന്ന ചിത്രത്തിൽ കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ആ ചിത്രത്തെക്കുറിച്ച് അതിന്റെ നിർമ്മാതാവ് രഞ്ജിത്ത് പറയുന്നത്, 2 കൺട്രീസ് എന്ന ചിത്രം ലണ്ടനിൽ വെച്ച് ചിത്രീകരിക്കാനായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ മമതയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ അമേരിക്കയിൽ പോയി കീമോ തുടരേണ്ടതിനാൽ അവർ ഷൂട്ടിംഗ് കാനഡയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഷൂട്ടിങ്ങിനിടയിൽ എല്ലാ വെള്ളിയാഴ്ചയും മമത അമേരിക്കയിലേക്ക് പോയി കീമോ എടുത്ത ശേഷം തിരിച്ചു വന്ന് അഭിനയിക്കും. കീമോ കഴിഞ്ഞിട്ട് വന്ന് അഭിനയിക്കുന്നത് മുഴുവൻ പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിക്കുന്ന കോമഡി രംഗങ്ങളും. മമത മലയാള സിനിമയിൽ തനിക്കുണ്ടായ വേദനിക്കുന്ന നന്ദികേടിന്റെ ഒരു അനുഭവം പല ചാനലുകളിലും പല ഇന്റർവ്യൂകളിലും തമിഴ് ചാനൽ ഉൾപ്പെടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നു, ഒരു നടി 2ാം വരവിലൂടെ തിരിച്ചു വരുമ്പോൾ അവർ നായികയായ ആ പടത്തിൽ ഞാനൊരു ചെറിയ വേഷം അഭിനയിച്ചു കൊടുത്തു. എന്നാൽ താൻ നായികയായ ഒരു പടത്തിലേക്ക് ഒരു ചെറിയ വേഷം ചെയ്യാൻ അവരെ വിളിച്ചപ്പോൾ പോയി പണി നോക്കൂ എന്ന് പറഞ്ഞ് അവഗണിച്ചു എന്ന്. തുടർന്ന് അവർ സംസാരിച്ചത് കേട്ടാൽ മലയാളികൾക്ക് അതാരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അവർ പറയുന്നു, ചില നടിമാർ പി
PR വർക്കേഴ്സിനെ വെച്ച് സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം പ്രചരിപ്പിക്കുന്നു. മലയാളത്തിൽ അങ്ങനെയൊന്നില്ല. എല്ലാവരും മികച്ച അഭിനേത്രികളാണ്. ഒരുപക്ഷെ അവർക്ക് ഈ രോഗം പിടിപെട്ടില്ലായിരുന്നുവെങ്കിൽ അവർ തന്നെയാകുമായിരുന്നു സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ. ഇത്രത്തോളം ജീവിത പോരാട്ടം നടത്തുന്ന ഈ അതിജീവിത ഒരു അത്ഭുതമാണ്, മാതൃകയാണ്. ഇന്നും ധീരമായി പോരാടുന്ന ഈ സഹോദരിയുടെ മുന്നോട്ടുള്ള പോരാട്ടങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോൾ ചങ്കുറപ്പ് കൂടും. ആരുമില്ല എന്ന് വരുമ്പോൾ നമുക്കെല്ലാം ആകുന്നത് നമ്മൾ തന്നെയല്ലേ? അല്ലെങ്കിലും ആരും ആർക്കും ശാശ്വതമല്ലല്ലോ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.